ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സൈസിലുള്ള ഒരു ബണ്ണ് എങ്ങനെയാണ് കുക്കറിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ വടാപ്പാവ്, പാവ് ഭാജിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ സൈസിലുള്ള ബണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റ്, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂട് പാല്, ഒരു 1/2 ഗ്ലാസ് ഇളം ചൂട് പാല് ചേർക്കാം. പാല് ചേർക്കണ്ടെങ്കിൽ വെള്ളമായിരുന്നാലും മതി. അപ്പോൾ ഇളം ചൂടായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇവിടെ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് സൗണ്ട് ചിലപ്പം ഒരു ക്ലാരിറ്റി ഇല്ലാതെ തോന്നിയേക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ, അല്ലെങ്കിൽ ബട്ടർ ആയിരുന്നാലും മതി. ഇതിപ്പോൾ ഞാൻ ചേർത്തേക്കുന്ന ഓയിലാണ്. ഇനി നമുക്ക് ഫെർമെൻറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നമുക്ക് ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റും പാലും കൂടെ ചേർന്നിട്ടുള്ള, അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1 മണിക്കൂർ, 1.5 മണിക്കൂർ എന്തായാലും വെച്ചേക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഓയിലോ ബട്ടറോ ഇതിൻ്റെ മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഈ ടവൽ, നനച്ച ടവൽ വെച്ചിട്ടോ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഞാനിതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അതുകൊണ്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചെറുതായിട്ട് കയ്യിലൊട്ടി പിടിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഓയിലോ അതല്ലെന്നുണ്ടെങ്കിൽ മൈദ തന്നെ ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കാം. അങ്ങനെ ഇതൊരു 7-8 മിനിറ്റ് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിനി നമുക്ക് ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ സൈസിലുള്ള ബണ്ണാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഓയിലോ ബട്ടറോ തൂകിയ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് നിരത്തി വയ്ക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നനഞ്ഞ ടവൽ തുണി വെച്ച് കവർ ചെയ്ത് വേണം വെക്കാൻ. ഇപ്പോൾ 15 മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡബിൾ സൈസായി വരും. ഞാനിത് ഒരു കുക്കറിൽ വെക്കാനായിട്ട് ഡിസ്പോസിബിൾ ഡിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒരു 10 മിനിറ്റ് നേരം ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതായത് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഹീറ്റിലിട്ട് വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് ഇറക്കി വയ്ക്കുക.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്കറിൽ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാനുള്ളതാണ്, ഞാൻ ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ള് ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യമില്ല, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വരെ, 30 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം 25-30 മിനിറ്റിനടുത്ത് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്, പക്ഷേ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പാവ് ഭാജിയോ വടാപ്പാവൊക്കെ തയ്യാറാക്കാം. നല്ല സോഫ്റ്റാണിത്. ഇതിവിടെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ചൂടൊക്കെ ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ബേക്കറിയിൽ മാത്രമല്ല, നമുക്ക് വീട്ടിലിത് വളരെ ഈസി ആയിട്ട് കുക്കറിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണും വരയ്ക്കും. ടാറ്റാ.